ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് രണ്ടുപേരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അവർ ഒത്തിരി ഡോളർ ടേംസിൽ ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എന്ത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും വിദേശ രാജ്യത്തേക്ക് അമേരിക്ക അതേപോലെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ ഇങ്ങോട്ടൊക്കെ പോയി എക്സ്പോർട്ട് ചെയ്താൽ വല്ല മെച്ചമുള്ളൂ. അല്ലാണ്ട് ഏഷ്യൻ കൺട്രീസ് എക്സ്പോർട്ട് ചെയ്യൽ മെച്ചമില്ല. അപ്പോൾ നമ്മൾ എന്ത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ഒരു സ്റ്റെബിലിറ്റി അവർക്കുണ്ട്. കാരണം നമ്മളങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങോട്ട് വരുമാനം കിട്ടില്ലേ. അതുകൂടാണ്ട് അവരിവിടെ ഡോളർ ടൈംസ് ഇവർ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. 2008 അവസാനം 2009 ആകുമ്പോഴത്തേന് അമേരിക്കയിൽ ആദ്യത്തെ ബാങ്ക് പൊളിഞ്ഞു, ലീമാൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ അത് പൊളിഞ്ഞു. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ച് പയ്യെ വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന അമേരിക്കക്കാരെല്ലാവരും അവിടുത്തെ ഇൻവെസ്റ്റേഴ്സല്ലേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്, അവർ പയ്യെ ഡോളറെല്ലാം വലിച്ചു തുടങ്ങി. എന്നുവെച്ചാൽ അവരെ നാട്ടിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഡോളർ എടുത്താണ് നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ഈ ഡോളർ മൊത്തം അങ്ങോട്ട് വലിച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ ഡോളർ റിസർവ് കുറഞ്ഞു തുടങ്ങി. നമ്മൾ അന്ന് ഇമ്പോർട്ട് ചെയ്യണം, നമുക്കിപ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കാം മൊത്തം നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ 80 രൂപയും ഉപയോഗിക്കണം പെട്രോളിയം പ്രോഡക്റ്റ്സ് ഇമ്പോർട്ട് ചെയ്യണം. ബാക്കിയുള്ള 20 രൂപയിൽ നമ്മൾ തന്നെ പ്രഷ്യസ് മെറ്റൽസ് ഗോൾഡ് പെട്രോളിയം മൊത്തം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമല്ലേ. കുഴിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഇതിന് കഴിയില്ലടാ. നമ്മളത് വേറെ കൺട്രീസിലേക്ക് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളവന് കഴിയാത്ത സാധനം അപ്പുറത്തെ എക്സ്പോർട്ട് ചെയ്യുന്നവരാണ്. അതിന്റെ ആവശ്യമില്ല. എടാ ഇത് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവ് ആൻഡ് ടേക്ക്. അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലോസ്ഡ് എക്കോണമി, നമ്മൾ ആർക്ക് ആയിരുന്നു ഒരു സാധനം മേടിക്കണ്ട, നമുക്കുള്ളത് വെച്ചുകൊണ്ട് നമ്മൾ തന്നെ എടുക്കാം. എടാ ഇത് ഫേമസാ പറഞ്ഞ ഇത് ബാക്കിയോടെ കേൾക്കാം. ആർക്കും കൊടുക്കണ്ടല്ലോ. കൂടുതലുള്ളതുകൊണ്ടല്ലോ സാധനത്തിന് വില കൂട്ടിയിട്ട് ഈ അമ്പാടിയുടെ കടയിൽ വില കുറയ്ക്കാൻ വേണ്ടിട്ട് നോക്കും. അങ്ങനെ പറ്റൂല. എടാ ഇതിന്റെ അകത്ത് അങ്ങനെ പറ്റൂല. എടാ പൊട്ടാ നീ ഇതോടെ കേൾക്കാം. അന്നേരമാണ് ലീമാൻ പ്രദേശം. എടാ പോയിട്ട് 2 മിനിറ്റോടെ ഇത് പൊളിയണേ. അപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്തു, കൊണ്ടുവന്ന ക്യാഷിനെറ്റ്സ് അതേപോലെയുള്ള സാധനങ്ങളാണ്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കുറഞ്ഞു. നമ്മുടെ എക്സ്പോർട്ട് മൊത്തത്തിൽ കുറഞ്ഞു. അപ്പോൾ എന്നാ വെച്ചാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ ചിരിക്കണതാ, എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഇമ്പോർട്ട് ചെയ്യണത് എന്ത് ചെയ്യണം, നമുക്ക് ഡോളർ